ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി. വോട്ട് ചോരി ആരോപണത്തിന്റെ കൊടുങ്കാറ്റിനിടെ പൊടുന്നനെ പാർലമെന്റിൽ ഇന്നൊരു ഭരണഘടനാ ഭേദഗതി ബിൽ പൊട്ടിമുളച്ചു വന്നു. പ്രീ ഷെഡ്യൂൾ ചെയ്യാതെ, മുന്നണിക്കകത്ത് കാര്യമായ ചർച്ചകളില്ലാതെ, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ തീർത്തും ഏകപക്ഷീയമായ ഒരു ബിൽ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിപക്ഷം ലോക്സഭയിൽ ഉയർത്തിയത് കടുത്ത പ്രതിഷേധമാണ്. പ്രതിപക്ഷാംഗങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് നേരെ ബില്ലുകൾ കീറിയേറുന്ന തരത്തിലേക്കുള്ള അതിനാടകീയതകൾക്കാണ് ഇന്ന് പാർലമെന്റ് ലോക്സഭയുടെ വിവിധ സെഷനുകൾ സാക്ഷ്യം വഹിച്ചത്. കയ്യാങ്കളിയായതോടെ 50ഓളം മാർഷൽമാരെ കവചമാക്കിയാണ് അമിത്ഷാ അവതരണം പൂർത്തിയാക്കിയത്. ബിൽ ഇപ്പോൾ ഏതായാലും JPCക്ക് വിട്ടിരിക്കുകയാണ്. ബില്ലിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു സാധ്യത പ്രവചിക്കാൻ കഴിയുകയില്ല. 3-2 ഭൂരിപക്ഷം വേണം പാർലമെന്റ് കടക്കാൻ എന്നുള്ളതിനാൽ ഈ ബിൽ പാർലമെന്റ് കടക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ JPCക്ക് വിട്ടാൽ JPC എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ എടുക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും എന്താണ് മന്ത്രിമാർ അറസ്റ്റിലായി കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം തെറിപ്പിക്കാനുള്ള ഈ ഭരണഘടനാ ഭേദഗതി ബിൽ, അതിലെ വ്യവസ്ഥകൾ എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്, അത് വിശദമായി പരിശോധിക്കുകയാണ് ന്യൂസ് ഡീകോഡ് ഇന്ന്. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ബിൽ, അതിന്റെ വ്യവസ്ഥ, പശ്ചാത്തലം, ഉദ്ദേശം. ഈ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കത്തിലോ മുമ്പോ ഒന്നും ഒരു സൂചനകളുമില്ലാത്ത ഒരു ബില്ലാണ് പൊടുന്നനെ സഭയിൽ അംഗീകാരത്തിനായി കയറി വന്നത്. നേരത്തെ BJPയുടെ പരിഗണനയിൽ ഈ ബിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ന്യായീകരണമായി വരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉചിതമായ ഒരു സമയം വന്നപ്പോൾ അതെടുത്ത് ഉപയോഗിച്ചതായിരിക്കണം എന്നതാണ് മറ്റൊരു വാദം. ഇനി ആ ബില്ലിലെ വ്യവസ്ഥകളിലേക്കാണ് നമ്മൾ വരുന്നത്. 31-ാം ദിവസം രാജിവെക്കണമെന്നതാണ്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് 30 ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയുന്ന മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഇവൻ പ്രധാനമന്ത്രി അടക്കം 31-ാം ദിവസം പദവിയിൽ നിന്ന് നീക്കണമെന്ന വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ് ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനും വ്യവസ്ഥയും. ഇനി ഈ പ്രധാനമന്ത്രി അടക്കം മന്ത്രിമാരെ ആരാണ് പുറത്താക്കേണ്ടത്, ആരാണ് ഈ രാജി ചോദിച്ചു വാങ്ങേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരമാണ് പ്രധാനമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം വന്ന് 30 ദിവസം ജയിലിൽ കഴിയുന്നത് പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കേണ്ടത് രാഷ്ട്രപതിയാണ്. ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിമാരാണ് ഈ തരത്തിൽ ശിക്ഷയിൽ കുറ്റാരോപിതരായി ജയിലിൽ കഴിയുന്നതെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി തന്നെയാണ് കേന്ദ്രമന്ത്രിമാരെയും നീക്കം ചെയ്യേണ്ടത്. ഇനി മുഖ്യമന്ത്രിമാരാണ് കുറ്റാരോപിതരെങ്കിൽ അവരാണ് ജയിലിൽ കഴിയുന്നതെങ്കിൽ മുഖ്യമന്ത്രിമാരെ പുറത്താക്കേണ്ടത് ഗവർണർമാരാണ്. സംസ്ഥാന മന്ത്രിമാരാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് നീക്കം ചെയ്യേണ്ടത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലാവട്ടെ ലഫ്റ്റനന്റ് ഗവർണർമാരാണ് മുഖ്യമന്ത്രിയെ നീക്കം ചെയ്യേണ്ടത്. ഇനി ഇവർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരുവാൻ സാധ്യതയുണ്ടോ, ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ഇനി ജാമ്യം കിട്ടിയാൽ, കസ്റ്റഡിയിൽ നിന്ന് മോചിതനായാൽ ആ വ്യക്തിക്ക് വീണ്ടും പദവിയിൽ തിരിച്ചെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഇതിന്റെ പ്രക്രിയ, ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ സ്വാഭാവികമായും പാർലമെന്റ് കടക്കണമെങ്കിൽ, പാർലമെന്റിൽ അത് പാസ്സാകണമെങ്കിലുള്ള പ്രക്രിയയിലേക്കാണ് വരുന്നത്. ഏതെങ്കിലും ഒരു സഭകളിൽ അത് അവതരിപ്പിക്കണം. ഇന്നിപ്പോൾ അമിത്ഷാ അത് ലോക്സഭയിലാണ് അവതരിപ്പിച്ച് തുറന്നത് JPCക്ക് വിട്ടു. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് 3-2 ഭൂരിപക്ഷത്തോടു കൂടി 2 സഭകളും അത് കടക്കണം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലോക്സഭയിൽ ഒരുപക്ഷെ ലോക്സഭയിലും രാജ്യസഭയിലും കൂടി 3-2 ഭൂരിപക്ഷം NDAക്കില്ല. അതുകൊണ്ട് ഈ ബിൽ പാർലമെന്റ് കടക്കാൻ സാധ്യതയില്ല. അത് നേരത്തെ തന്നെ NDAക്കും BJPക്കും അറിയാം. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ചർച്ചകളൊന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ് ഈ ബില്ലിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ബിൽ കൊണ്ടുവരുമ്പോൾ ഇത് പാർലമെന്റ് കടക്കാൻ സാധ്യതയില്ല എന്ന മുൻധാരണ തീർച്ചയായും BJPക്കും കേന്ദ്ര സർക്കാരും ഉണ്ടായിരുന്നിരിക്കണം. സംസ്ഥാനങ്ങൾ അങ്ങനെ 3-2 ഭൂരിപക്ഷം വേണം പാർലമെന്റ് കടക്കണമെങ്കിൽ. ഇനി പാർലമെന്റ് കടന്നാൽ തന്നെയും സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം, പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരവും വേണം. രാഷ്ട്രപതിയുടെ അംഗീകാരം സ്വാഭാവികമായും ലഭിക്കും, പക്ഷേ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഒരു കടമ്പയായി കിടക്കുന്നു എന്നുള്ളതാണ്. JPCക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ബിൽ. ആ JPC അംഗങ്ങളുടെ കാര്യമാണ് ഇനി വിശദീകരിക്കുന്നത്. 21 ലോക്സഭാ അംഗങ്ങളാണ് JPCയിൽ അംഗങ്ങളായി വരേണ്ടത്, 10 രാജ്യസഭാ അംഗങ്ങളും. ഇതിൽ ലോക്സഭാ അംഗങ്ങളെ ഇതിനകം നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി രാജ്യസഭാ അംഗങ്ങളെ കൂടി നിശ്ചയിക്കണം. ഇനി ഇങ്ങനെ ഒരു ബിൽ വന്നതിന്റെ പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കേന്ദ്രം പറയുന്നത് കേന്ദ്രത്തിന്റെ അവകാശവാദവും കേന്ദ്രത്തിന്റെ ന്യായീകരണവുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ
ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 2024 ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി 6 മാസം ജയിലിൽ കിടന്ന് ഭരണം നടത്തിയ ഒരു സംഭവം നമ്മുടെ മുന്നിലുണ്ട്. തമിഴ്നാട് മന്ത്രി വി സെന്തിൽ ബാലാജി 2023 അറസ്റ്റിന് ശേഷവും മന്ത്രിസ്ഥാനത്ത് തുടർന്ന ഒരു മുന്നനുഭവമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയിലേക്ക് പോകാനുള്ള കാരണങ്ങളിൽ ചിലതായി BJP നിരത്തുന്നതും അവകാശപ്പെടുന്നതും. ഇനി പ്രതിപക്ഷത്തിന്റെ എതിർപ്പും ആശങ്കകളും. ഡ്രാക്കോണിയൻ നയം എന്നാണ് ഇന്ന് പ്രതിപക്ഷം ഇതിനെ വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷ നേതാക്കളെയും BJP ഇതര സംസ്ഥാന സർക്കാരുകളെയും ലക്ഷ്യം വെച്ചുള്ള പ്രതികാര രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള നീക്കമാണെന്നാണ് പ്രതിപക്ഷത്തിലെ കോൺഗ്രസിന്റെ ഇന്ന് ഈ ബിൽ അവതരണത്തിനിടെ പാർലമെന്റിൽ ലോക്സഭയിൽ സംസാരിച്ച കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MP-മാരും ഇന്ത്യ സഖ്യത്തിലെ കക്ഷി നേതാക്കളുമൊക്കെ ഇതേ ആരോപണം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഈ ബില്ലുമായി ബന്ധപ്പെട്ട ആശങ്കകളിലേക്കാണ് വരുന്നത്. ഈ ബില്ലിൽ പ്രധാനപ്പെട്ട ആശങ്ക ഇതിന്റെ ദുരുപയോഗ സാധ്യതയാണ്. ഒന്നാമത്തെ കാര്യം, കേന്ദ്ര ഏജൻസികളായ ED, CBI എന്നിവ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും മന്ത്രിമാരെയും ലക്ഷ്യമിടാൻ ഈ നിയമം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. മറ്റൊരാശങ്ക, വിചാരണയില്ലാതെ പുറത്താക്കൽ ഒരു നീതിലംഘനമല്ലേ എന്ന ചോദ്യമാണ്. വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള അറസ്റ്റും അതിന്റെ പേരിൽ പദവി നഷ്ടപ്പെടുന്നതും സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നാണ് മറ്റൊരു വാദം. ഫെഡറലിസത്തിന് ഭീഷണിയല്ലേ എന്ന ചോദ്യം കൂടി ഉയരുന്നു. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശത്തെ ഈ ബിൽ അപകടകരമായി ബാധിക്കുമെന്ന ആശങ്കയും കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുന്നത്. ഇനി ബില്ലിന്റെ ഗുണവശങ്ങൾ സർക്കാർ വിശദീകരിക്കുന്ന, സർക്കാർ ന്യായീകരിക്കുന്ന, കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ഈ ബില്ലിന്റെ ഗുണവശങ്ങൾ എന്താണെന്നാണ് ഇനി പറയുന്നത്. ഭരണത്തിൽ സുതാര്യതയും ധാർമ്മികതയും സംശുദ്ധതയും ഉറപ്പാക്കാൻ ഈ ബില്ലിലൂടെ കഴിയും എന്ന് കേന്ദ്രം പറയുന്നു. കുറ്റാരോപിതർ മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഒഴിവാക്കുന്നത് ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം നിറക്കാൻ കഴിയും എന്ന പ്രതീക്ഷ കൂടി കേന്ദ്ര സർക്കാരിനുണ്ട്. ഏറ്റവും ഒടുവിലായി നിലവിൽ നിയമവ്യവസ്ഥ എങ്ങനെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ ഇനി സംസ്ഥാന മന്ത്രിമാരോ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ മുഖ്യമന്ത്രിമാരോ ഒക്കെ ഈ രീതിയിൽ കുറ്റാരോപിതരായി 30 ദിവസം ജയിലിൽ കിടന്നാൽ അവരുടെ കാര്യത്തിൽ നിലവിലുള്ള നിയമവ്യവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിൽ ഭരണഘടനയിൽ അറസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരെ നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥയില്ല. റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് 1951 പ്രകാരം ശിക്ഷിക്കപ്പെട്ട MP-മാർ, MLA-മാർ എന്നിവർക്ക് അംഗത്വം നഷ്ടപ്പെടും. എന്നാൽ മന്ത്രിമാർക്ക് ഇത്തരം വ്യവസ്ഥകൾ ബാധകമല്ല. 2013 ഒരു കേസിൽ സുപ്രീം കോടതി ശിക്ഷിക്കപ്പെട്ട അംഗങ്ങൾക്ക് അപ്പീൽ കാലയളവിൽ അംഗത്വം നിലനിർത്താനുള്ള സംരക്ഷണം റദ്ദാക്കിയതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധി D. ധനസുമോദിലേക്കാണ്. ധനസുമോദ്, കാര്യമായും അറിയേണ്ടത് പൊടുന്നനെ ഇങ്ങനെ ഒരു ബിൽ പൊട്ടിമുളച്ച് പാർലമെന്റിലേക്ക് എത്തുന്നു. പക്ഷേ ഒരു മുന്നറിയിപ്പും നൽകാതെ അപ്രതീക്ഷിതമായി വന്നൊരു ബില്ലിൽ പകച്ചു പോകാതെ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടായി കടുത്ത പ്രതിഷേധമുയർത്തി അതിനെ നേരിടുന്ന പ്രതിപക്ഷത്തിന്റെ ചിത്രം കൂടി നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ JPCക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? JPCയിലടക്കം തുടർന്ന് ഇത് പാർലമെന്റ് കടക്കണം. ആ രീതിയിൽ ഈ ബില്ലിന്റെ ഭാവി എങ്ങനെയാണ് സുമോദ്? പാർലമെന്റ് സമ്മേളനം നാളെ അവസാനിക്കാൻ പോവുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചപ്പോൾ മുതൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം പ്രതിപക്ഷം അപ്പാടെ സമരം ചെയ്തത് SIR-നെതിരെയായിരുന്നു. അതായത് ബീഹാറിൽ നടത്തുന്ന വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധന അനുവദിക്കാനാവില്ല എന്നുള്ള വിഷയം ഉയർത്തിപ്പിടിച്ചുള്ള നിരന്തര സമരമായിരുന്നു. അത് പാർലമെന്റ് കവാടത്തിലാണ് ആദ്യ സമരം നടത്തുക. അതിനുശേഷം പാർലമെന്റിന്റെ ഉള്ളിലും സമരം നടത്തും. പാർലമെന്റിന്റെ വെളിയിലാണ് ഏറ്റവും വളരെ ശക്തമായ സമരം ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും ഈ സമരം ഒന്ന് മാറ്റിവെപ്പിക്കാനായി ഈ ഭരണപക്ഷത്തിന് കഴിഞ്ഞു. അതായത് ഈ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും ഈ SIR മാറ്റുക, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ നയിക്കുന്ന, ബീഹാറിൽ നയിക്കുന്ന യാത്രയിലൂടെ അഭൂതപൂർവമായ ഒരു ജനത്തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. നമ്മുടെ മീഡിയ വൺ റിപ്പോർട്ടർമാരുടെ സംഘം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത്, അവിടെ ജനങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജനം മുഴുവനും ഇളകിയിരിക്കുകയാണ്. അവർ ഈ പറയുന്ന വോട്ട് കൊള്ളയിൽ ഒരു പ്രതിഷേധവുമായി ജനങ്ങളിലേക്ക് പോലും ആ ഒരു പ്രതിഷേധത്തിന്റെ ഒരു അഗ്നി പടർന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദി അടുത്ത ദിവസം
ബീഹാറിൽ പോകുന്നുണ്ട്. അതിനു മുമ്പായി ഒരു ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട് കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷത്തു നിന്ന് ആദ്യം തന്നെ ഉയർന്നൊരു പ്രതികരണം. NK പ്രേമചന്ദ്രൻ ഇന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചത് ഒരു ബില്ല്, അതും ഭരണഘടനാ ഭേദഗതി പോലത്തെ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് MP-മാർക്ക് അത് കൃത്യമായ വിയോജിപ്പുകൾ മനസ്സിലാക്കാനും അവർക്ക് അറിയിക്കാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാകണം, അതിനൊരു ഇടമുണ്ടാകണം. അതിനുവേണ്ടി കുറേ കൂടിയൊക്കെ നേരത്തെ ബില്ല് കൊടുക്കേണ്ടതാണ്. ഇത് അവതരിപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു ബില്ല് MP-മാരുടെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു ഭരണഘടനയുടെ ഒരു അട്ടിമറി മാത്രമല്ല, ഇതൊരു സഭാ നടപടി ചട്ടങ്ങളുടെ ഒരു നഗ്നമായ ലംഘനമാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഇവിടെ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ BJP ഇതര സർക്കാരുകളുടെ മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളാക്കി മാറ്റാനായി ഈ ബില്ല് ഉപകരിക്കും എന്നുള്ളൊരു കാര്യമാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് ഏതെങ്കിലും മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ ഇപ്പോൾ ഈ കേസിൽ കുടുക്കി അല്ലെങ്കിൽ അവർ കേസിൽ രജിസ്റ്റർ ചെയ്ത് ഒരു 30 ദിവസം ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞാൽ അവരെ സ്വാഭാവികമായി 31-ാം ദിവസം തന്നെ ഒരു പുറത്താക്കുന്ന ഒരു ബില്ലാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ അനുഭവം നോക്കുകയാണെങ്കിൽ 1 വർഷത്തിലേറെയായി സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ മന്ത്രി ജയിലിലായിരുന്നു. അദ്ദേഹം ഈ ജാമ്യം കിട്ടാതെ തന്നെ ജയിലിൽ കഴിയുമ്പോൾ ജയിലിൽ അദ്ദേഹം മന്ത്രിയായി തന്നെ തുടരുകയാണ്. പിന്നീട് നിരന്തരം വിമർശനം ഉണ്ടാകുന്ന സമയത്ത് കോടതി ഇടപെട്ടെങ്കിൽ പോലും കോടതിക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പെടുത്ത് മാറ്റുകയാണ്. വൈദ്യുതി മന്ത്രി എന്നുള്ള വകുപ്പെടുത്ത് മാറ്റി അദ്ദേഹം മന്ത്രിയായി തന്നെ ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു 5 മാസ കാലയളവാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ജയിലിൽ തുടർന്നത്. ഇതൊരു ജയിലിൽ തുടരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് രാഷ്ട്രീയ കക്ഷികളെല്ലാം, ഈ പ്രതിപക്ഷത്തെ പാർട്ടികളെല്ലാം നിന്നത്. മാത്രമല്ല, ഈ ഹേമന്ത് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി അദ്ദേഹം ജയിലിൽ പോയി തിരികെ വന്നു. പക്ഷേ അപ്പോൾ പോലും താൽക്കാലികമായിട്ട് ഉള്ളൊരു മുഖ്യമന്ത്രിയെ വെച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയത്. ഈ മുഖ്യമന്ത്രി പിന്നീട് അധികാരം വിട്ടൊഴിയാൻ താല്പര്യമില്ലാതെ വരികയും ഹേമന്ത് സോറൻ അധികാരം നൽകാതിരിക്കുകയും പിന്നീട് അദ്ദേഹം BJP മുന്നണിയിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ പാർട്ടികളെ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തിക്കൊണ്ട് തന്നെ പല സർക്കാരുകളും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ് കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഈ ആവശ്യമായ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു സമയം നൽകാതെ ഒരു പൊടുന്നനെ ഒരു ബില്ല് പൊട്ടിമുളച്ച് വരികയും അത് ഏർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നത്. എപ്പോഴും ഈ അരവിന്ദ് കെജ്രിവാൾ ആയാലും സെന്തിൽ ബാലാജി ആയാലും നിരവധി മന്ത്രിമാരും പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ജയിലിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത് ഇവർ ജയിലിൽ പോയാൽ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, ഇവരെ പുറത്താക്കാൻ ഭരണഘടന, മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു ലൂപ്പ് ഹോള് ഒഴിവാക്കാൻ വേണ്ടി എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതൊരു പ്രതിപക്ഷത്തിന് നേരെയുള്ള ഒരു വലിയ ആക്രമണമായിട്ട് തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ മൺസൂൺ സമ്മേളനം കാണാത്ത തരത്തിലുള്ള ശക്തമായ എതിർപ്പുണ്ടായത്. പലപ്പോഴും മുന്നിൽ നിന്ന് തന്നെ ബില്ല് അവതരിപ്പിക്കുന്ന അദ്ദേഹം മന്ത്രി അമിത്ഷാ ഇന്നൊരു പിൻനിരയിൽ നിന്നാണ്, 2ഓ 3ഓ ബെഞ്ച് കഴിഞ്ഞിട്ടുള്ള ബെഞ്ചിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ബില്ല് അവതരണം നടത്തിയത്. എന്നിട്ട് പോലും തൃണമൂൽ അംഗങ്ങൾ അവിടെ എത്തുകയും ബില്ല് കീറിയെറിയുകയും അദ്ദേഹത്തിന് മൈക്ക് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ മന്ത്രിമാർ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അടക്കം ഇതിനകത്ത് ഇടപെടുകയും അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത്. ഇതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ഇന്ത്യ സഖ്യത്തിന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ശക്തമായി ഇതിനെതിരെ പോരടിച്ചു നിൽക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. ഇനി അതിനെ തുടർ സമര പരിപാടികളിലൂടെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ടേയിരിക്കും എന്ന സൂചനയും കൂടിയാണ് ഇന്ന് പ്രതിപക്ഷം നൽകിയത്.